കേരളത്തിലെ 20 ലോക്സഭാ സീറ്റും UDF ഉറപ്പിച്ചിരിക്കുകയാണ്. സമാനതകളില്ലാത്ത പോരാട്ടം. ഓരോ മണ്ഡലങ്ങളിലും പ്രത്യേകമായ സ്വപ്നതുല്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ UDF തയ്യാറാവുകയാണ്. കഴിഞ്ഞ 5 കൊല്ലം ഡൽഹിയിൽ പോയിട്ട് UDF എന്തു ചെയ്തു എന്ന് ചോദിച്ചവർക്ക് അതിന് ഞങ്ങളുടെ കയ്യിൽ അധികാരമില്ലായിരുന്നു. ഇനി അധികാരത്തിന് വേണ്ടിയുള്ള മത്സരമാണ്. പരമാവധി സീറ്റുകൾ ദേശീയ തലത്തിൽ നേടിയെടുക്കുക, നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ജനങ്ങളുടെ സഹായമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എത്രത്തോളം ഇടതുപക്ഷം BJPയെ പിന്തുണയ്ക്കുന്നു, കോൺഗ്രസിനെ കൃത്യമായും കൂച്ചുവിലങ്ങിടാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം LDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അവർ ചിഹ്നത്തിന് വേണ്ടിയുള്ള മത്സരം, അതായത് അവർക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാതിരിക്കാനുള്ള തീവ്രമായ മത്സരം, അത് പക്ഷേ വൈകാതെ തന്നെ നഷ്ടമാകും എന്ന യാഥാർത്ഥ്യം പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഇവിടുത്തെ KPCC അധ്യക്ഷനായ K സുധാകരനും പ്രതിപക്ഷ നേതാവായ VD സതീശനുമൊക്കെ കൃത്യമായ കണക്ക് വെച്ച് പറയുന്നത് CPIM എന്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്നത്. വിഷയദാരിദ്ര്യം CPIMനെ വല്ലാതെ അലട്ടുന്നുണ്ട്. സൈബർ സഖാക്കൾ എന്ന പേരിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ ഇറക്കി കൃത്യമായും ഇടതുപക്ഷത്തിനെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ തന്നെ സ്ഥാനാർത്ഥികളെ മ്ലേച്ഛമായ രീതിയിൽ ചിത്രീകരിക്കാൻ അവർ തന്നെ ശ്രമിക്കുകയാണോ എന്ന ചോദ്യമുണ്ട്. ഇതുവഴി UDF നേതാക്കൾക്ക് ഗുണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ UDFന് ഇത്തരം കാര്യങ്ങൾ നടത്താൻ സമയവുമില്ല. പരമാവധി ജനങ്ങളിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എത്താൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് UDF. കേരളത്തിൽ നിന്നുള്ള 20 സീറ്റുകൾ ഗ്യാരണ്ടിയായി രാഹുൽ ഗാന്ധിക്ക് ചുവടുറപ്പിക്കാൻ പോവുകയാണ്. അതിനിടയിൽ സ്മൃതി ഇറാനി പൊട്ടിച്ച ഒരു ബോംബ് പോലെ ഒരു സംഭവമുണ്ട്. അതായത് അമേത്തിയിൽ നിന്ന് ഒളിച്ചോടിയാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന്. ഒളിച്ചോടാൻ രാഹുൽ ഗാന്ധി ഭീരുവല്ല. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം എന്താണെന്ന് ഇന്ത്യക്കറിയാം. വയനാട് ഇന്ത്യയുടെ ഭാഗമാണ്. വയനാട്ടിൽ K സുരേന്ദ്രനാണ് ഇവിടെ BJP സ്ഥാനാർത്ഥി. ഇവിടെ കോൺഗ്രസും BJPയും തമ്മിൽ കൃത്യമായ മത്സരം വയനാട്ടിൽ നടക്കും. CPI സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം പോലും അപ്രത്യക്ഷമാണ്. കാരണം തമിഴ്നാട്ടിൽ CPI മത്സരിക്കുന്ന 2 സീറ്റിലും രാഹുലിൻ്റെ ഫ്ലക്സ് വെച്ച് രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിയാണ് വോട്ട് നേടാൻ ശ്രമിക്കുന്നത്. എന്തൊരു വിരോധാഭാസം അല്ലേ?